നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു കാലഘട്ടമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതും മുലയൂട്ടി വളർത്തുന്നതും. എന്നാൽ മുലയൂട്ടലിനെ കുറിച്ച് നിരവധി സംശയങ്ങൾ, ആശങ്കകൾ ഇതെല്ലാം ഇന്നും നിലവിലുണ്ട്. ഇത്തരം ആശങ്കകൾക്കും സംശയങ്ങൾക്കും മറുപടി പറയുന്നു ഡോക്ടർ റോജോ ജോയ്, എറണാകുളം ലൂർട്സ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് നിയോനറ്റോളജിസ്റ്റാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ മുലയൂട്ടൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ തന്നെ ഒരു ധാരാളം സംശയങ്ങൾ തുടങ്ങുന്നുണ്ട് അല്ലേ? അപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് തുടങ്ങാം. മുലയൂട്ടലിന് തയ്യാറെടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ, പല അമ്മമാരും കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവർക്ക് എങ്ങനെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണമെന്നതിനെ കുറിച്ച് പലർക്കും ഒരു ഐഡിയ ഉടനെ കിട്ടുന്നില്ല. അപ്പോൾ അതിന് നമ്മളുള്ള തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെയാണ്. നമുക്കൊരു ഫീഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ അതിനൊരു 3ആയിട്ട് ഡിവൈഡ് ചെയ്യും: നോളേജ്, ആറ്റിറ്റ്യൂഡ് ആസ് വെൽ ആസ് എ പ്രാക്ടീസ്. അപ്പോൾ എവിടെ നിന്ന് ഈ നോളേജ് ഉണ്ടാക്കാം? അപ്പം ഞങ്ങൾ ലൂർദിൽ വി ഹാവ് എ പ്രോഗ്രാം കോൾഡ് മദർ ക്രാഫ്റ്റ് പ്രോഗ്രാം. അപ്പം നമ്മൾ ഗർഭിണികളെയും അവരുടെ ഹസ്ബൻഡ്സിനെയും വിളിച്ചു വരുത്തി അവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നു. എങ്ങനെ നമ്മൾ മുലപ്പാൽ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, അതിൻ്റെ ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ അവരെ ബോധവൽക്കരിക്കാറുണ്ട്. പ്രോബ്ലം എന്ന് വെച്ചാൽ, കാരണം ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വേറെ കാര്യം ചെയ്യാവുന്ന, നമ്മുടെ കുടുംബത്തിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോയി കണ്ട് അവരെങ്ങനെയാണത് ചെയ്തതെന്നും അവരെങ്ങനെയത് മുന്നോട്ട് കൊണ്ടുപോയെന്നും അവർ അഭിമുഖീകരിച്ച പ്രോബ്ലംസ് അത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി അഥവാ അതും പറ്റുന്നില്ലെങ്കിൽ നമുക്കിപ്പം ഇൻ്റർനെറ്റുണ്ട്, വെബ്സൈറ്റ്സും ഉണ്ട്, ഇഷ്ടംപോലെ ലെറ്റേഴ്സ് കിട്ടാനുണ്ട്. അതുവഴി നമുക്ക് ഇതിനെ എങ്ങനെ കുഞ്ഞിനെ പിടിക്കണം, എങ്ങനെ എന്തൊക്കെയാണ് പൊസിഷൻ വേണ്ടത്, അറ്റാച്ച്മെൻറ്റ് എങ്ങനെ വേണം, എത്ര നേരം കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കാവുന്നതാണ്. ഇനി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് നമുക്ക് നോളേജുകൾ കിട്ടാനുള്ള വഴി. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ആദ്യത്തെ 6 മാസം മുലപ്പാലിനോളം ഗുണം വേറെ ഒന്നിനും ഇല്ല എന്നൊരു തോന്നൽ ഏത് അമ്മയുടെ മനസ്സിലും ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ അമ്മയ്ക്ക് ആ കുഞ്ഞിന് 6 മാസം വരെ മുലപ്പാൽ കൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവേണ്ടതാണ്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഈ പണ്ടൊക്കെ ജോയിന്റ് ഫാമിലിയിലൊക്കെ ആവുമ്പോൾ 2-3 പേരൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായി വളർന്നതൊക്കെ താഴെയുള്ളവരൊക്കെ കണ്ട് എങ്ങനെയാണ് മുല കൊടുക്കുന്നതെന്നൊക്കെ അറിയുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ കുടുംബത്തിലേക്ക് മാറിയത്, അല്ലെങ്കിൽ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ന്യൂക്ലിയർ ഫാമിലിയുടെ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ അധികം വരുന്നത്. അപ്പോൾ പല അമ്മമാരും അവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ അവർക്ക് തന്നെ ഉണ്ടാവത്തില്ല. പിന്നെ പ്രാക്ടീസിൻ്റെ കാര്യം ഞാൻ പറയുമ്പം ഒബ്വിയസ്ലി ഇപ്പോൾ കൊച്ച് ബെറ്റർ ആണെങ്കിൽ കൂടിയും ചിലപ്പം ഞങ്ങൾ കണ്ടുവരുന്ന ബ്രസ്റ്റ് ഫീഡ് തുടങ്ങുമ്പോഴായിരിക്കും അമ്മ മനസ്സിലാവുന്നത് നിപ്പിൾ ഉള്ളോട്ട് വലിഞ്ഞിട്ടായിരിക്കും. അഥവാ നമ്മൾ ഇൻവേർട്ടഡ് നിപ്പിൾ എന്ന് വിളിക്കും. അപ്പം ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ അമ്മമാർ സ്വന്തം സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം. ഇനി അഥവാ നിപ്പിൾ ഉള്ളോട്ടാണ് വലിഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ അവർ ആൻറ്റിനേറ്റലി തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഇങ്ങനെയാണ് സിറ്റുവേഷൻ, അതിനെന്താ പ്രതിവിധി ചെയ്യേണ്ടതെന്നുള്ളത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ബ്രസ്റ്റ് ഫീഡ് തുടങ്ങുമ്പോഴത്തേക്ക് ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. ഡോക്ടർ, ഒരു കോളുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. ഞാൻ ചെന്നൈയിലാണ് വിളിക്കുന്നേ. എനിക്ക് കുട്ടി ഉണ്ടായിട്ട് 1.5 വയസ്സായപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് പാലില്ലാണ്ടായിന്. കുഞ്ഞ് അതുവരെ 1.5 വയസ്സ് വരെ നന്നായിട്ട് പാല് കുടിച്ചിട്ടിരുന്നേന്. 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിന് പാലില്ല, തീരെ പാലില്ല. ഡോക്ടറെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ ഒരു തന്ന ഗുളിക എനിക്ക് ശരിക്കറിയത്തില്ല, അതൊരു പേര് ഞാൻ മറന്നുപോയിന്. അതെനിക്ക് ഓർക്കുന്നില്ല. ആയുർവേദിക് മെഡിസിൻസ് ആയിരിക്കും അല്ലേ? ആയുർവേദിക് മെഡിസിൻസ് ആയിരിക്കും അല്ലേ? തന്നെയായിരുന്നു തന്നത്, ആയുർവേദ തന്നെ. ഓക്കെ. ഇതൊരു ഇപ്പം ഒരു നിയോനറ്റോളജി അല്ലെങ്കിൽ പീഡിയാട്രിഷനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിൽ ഈ പാലില്ല എന്നൊരു തോന്നലെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 90% സൈക്കോളജിക്കലാണ്. 10% നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് പ്രോബ്ലം കൊണ്ടായിരിക്കും. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കൂടെയുള്ള പാരൻസ് അല്ലെങ്കിൽ ചിലപ്പം ഇൻലോസ് ആയിരിക്കാം, അവരെല്ലാവരും കൂടെ നിന്നിട്ട് പറയും, മോളെ നിനക്ക് പാല് കുറവാന്ന് തോന്നുന്നു. ആ ഒരു പല അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അഭിപ്രായം പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചു പോകും. അപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ട് ആ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത കയറിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് വരുന്ന പാലിൻ്റെ അളവ് കുറവായിരിക്കും. നേരെ മറിച്ച് ഇവരെല്ലാവരും മോളെ നിനക്ക് പാല് വരും, നമുക്കൊരു നിനക്ക് നിന്നെ കൊണ്ട് പറ്റും എന്ന് പറയുവാണെങ്കിൽ, ഒരു പോസിറ്റീവ് ഒരു ചിന്താഗതി കൊടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അമ്മമാർക്ക് എന്തായാലും പാലായിട്ട്
മുന്നോട്ട് പോകാൻ എന്തായാലും പറ്റും. Okay. ആൻഡ് ഡെഫിനറ്റ് ഏത് കൊച്ചിനും ഏത് അമ്മയ്ക്കാണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് പാല് നിൽക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. ആൻഡ് പ്രൊവൈഡഡ് കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, അമ്മയ്ക്കും യാതൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏത് അമ്മയ്ക്കും ആ കുഞ്ഞിന് വേണ്ട പാല് ഡെഫിനറ്റ്ലി ഒരു 2 years 3 years വരെ ഡെഫിനറ്റ്ലി എന്തായാലും ഉണ്ടാവും. പിന്നെയുള്ളത് അറ്റാച്ച്മെൻറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ചിലപ്പം ഇത് 1.5 yearsലെല്ലാം ചിലപ്പോൾ ഞങ്ങൾ ഏർലി കാണുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് കുഞ്ഞിനെ പിടിക്കുന്ന രീതി അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത രീതി ചിലപ്പം ശരിയായിട്ടുണ്ടാവില്ല. ചിലപ്പം നമ്മൾ തന്നെ കംഫർട്ടബിൾ ആക്കാതെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പാലിൻ്റെ അളവ് കുറയും. ദൈവം സഹായിച്ച് ഏതമ്മയ്ക്കും ആ കുഞ്ഞിന് കൊടുക്കാനുള്ള പാല് ദൈവം കൊടുത്തിട്ടുണ്ട്, അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പം ഒരു എപ്പോഴും നമ്മൾ കംഫർട്ടബിൾ ആവാൻ വേണ്ടി ഒരു ചെയറിലിരിക്കുക, ഒരു പില്ലോ നമ്മുടെ ബാക്കിൽ വെക്കുക. നമുക്ക് ഈ പൊസിഷൻസിനെ കുറിച്ച് നമ്മളൊരു കോളർ ഉണ്ട്, ആ സംശയത്തിന് മറുപടി പറഞ്ഞിട്ട് തുടരാമെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ 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 പറഞ്ഞോളൂ. ഡോക്ടർ ദീപ്തിയാണ്, കോയമ്പത്തൂർ നിന്നാണ്. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദ്യം ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ എനിക്ക് പാല് പൊതുവെ കുറവായിരുന്നു. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഡെക്സോലാക്ക് കൊടുക്കാനാണ്. അത് സംശയം എന്താണെന്ന് വ്യക്തമായിട്ട് ചോദിക്കൂ. അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, എന്താണ് ചോദ്യം? ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ഫോണിൽ കൂടെ ചോദ്യം ചോദിച്ച് അവസാനിപ്പിച്ചോളൂ. ഹലോ, കട്ടായി, അവർ കേൾക്കുന്നില്ല. ഇപ്പൊ അവർ പറഞ്ഞത് ഡോക്ടർ നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലം തന്നെ. ഇതിപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഫോർമുലയിലോട്ട് പോകാനാണ് താല്പര്യം കൂടുതൽ. ഇപ്പോൾ കൊച്ചി ഈസ് എ ഫസ്റ്റ് ബേബി ഫ്രണ്ട്ലി സിറ്റി ഇൻ കേരള, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ഫോർമുല ഫ്രണ്ട്ലി സിറ്റി റൈറ്റ് നൗ. കാരണം ഈ ഒരു ഫോർമുലാസ് എളുപ്പം കൊടുക്കാമെന്നൊരു തോന്നലാണ് പ്രോബ്ലം. ഞാൻ പറഞ്ഞു മോസ്റ്റ്ലി സൈക്കോളജിക്കലാണ് ആൻഡ് 10% അറ്റാച്ച്മെൻറ്റ് റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കംഫർട്ടബിൾ ആക്കുക. സോ ഒരു ചെയറിലിരിക്കുക, ഒരു പില്ലോ നമ്മുടെ ബാക്കിൽ വയ്ക്കുക, ഒരു പില്ലോ നമ്മുടെ മടിയിൽ വയ്ക്കുക. കുഞ്ഞിനെ പിടിക്കുമ്പം നമ്മുടെ കയ്യിൽ കുഞ്ഞിൻ്റെ ബോഡി സപ്പോർട്ട് വരണം. ടേം 10 മാസം തികഞ്ഞ കുഞ്ഞാണെങ്കിൽ, മാസം തികയാത്ത കുട്ടികളാണെങ്കിൽ വേറെ പൊസിഷൻസ് ഉണ്ട്. കൈ മടക്കിൽ കുഞ്ഞിൻ്റെ കഴുത്ത് വരണം. നമ്മുടെ നേരെ കുഞ്ഞിനെ തിരിച്ചു പിടിക്കുക. കുഞ്ഞിൻ്റെ വയറ് നമ്മുടെ വയറിൽ ടച്ച് ചെയ്യണം. എന്നിട്ട് നമ്മുടെ അമ്മയുടെ നിപ്പിൽ വെച്ച് കുഞ്ഞിൻ്റെ സൈഡ് ഓഫ് മൗത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ കുഞ്ഞുവ വാ പൊളിച്ചു തരും. വാ പൊളിക്കുമ്പോൾ നിപ്പിലും അതിന് ചുറ്റുമുള്ള കറുപ്പും, അതിനെ നമ്മൾ ഏരിയോള എന്ന് വിളിക്കും, അതും ഫുൾ കുഞ്ഞിൻ്റെ വായിൻ്റെ ഉള്ളിലോട്ട് പോകണം. അത് വരാതിരുന്ന നിപ്പിളിൽ മാത്രം സക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നിപ്പിൾ ക്രാക്കാവും, നിപ്പിൾ അവിടെ പിന്നെ സോർ നിപ്പിളാവും, ക്രാക്ക് നിപ്പിളാവും, പ്രോബ്ലംസ് ആവും. കുഞ്ഞിൻ്റെ താടി അമ്മയുടെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുഞ്ഞ് സക്ക് ചെയ്യുമ്പം അമ്മയ്ക്ക് അതിൻ്റെ യാതൊരു വേദനയും അനുഭവപ്പെടാൻ പാടില്ല. അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റ് കറക്റ്റ് അല്ല എന്നർത്ഥം. അറ്റാച്ച്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുഞ്ഞ് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ട് കുഞ്ഞ് ആ ബ്രസ്റ്റിലുള്ള പാല് മുഴുവൻ വലിച്ചെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു സൈക്കോളജിക്കൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ആസ് വെൽ ആസ് അറ്റാച്ച്മെൻറ്റ് ഓൾസോ ഹാസ് ടു ബി ടേക്കൻ പ്രൊവൈഡഡ് ബേബിക്ക് യാതൊരു പ്രോബ്ലംസ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഹെൽത്തി ബേബി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് പറ്റും. കുഞ്ഞ് എത്രത്തോളം വലിച്ചെടുക്കുന്നു ദൈവം അതിനനുസരിച്ച് അമ്മയ്ക്ക് പാല് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കും. ആ ഒരു മനസ്ഥിതി വരാനാണ് ബുദ്ധിമുട്ട് ആക്ച്വലി. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഓക്കെ, എൻ്റെ പേര് അനൂപ്, ഞാൻ ട്രിവാൻഡ്രത്താണ് വിളിക്കണേ. പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ കുട്ടിക്ക് ഏകദേശം 1 വയസ്സ് അടുപ്പിച്ച് വരുമ്പോൾ എനിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ആക്സിഡന്റിൽ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ വൈഫായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നിന്ന വൈഫായിരുന്നു നിന്നിരുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടീനെ കുടുംബ വീട്ടിലോട്ട് ഇതാക്കി നിർത്തേണ്ടി വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് 20 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് റിട്ടേൺ വന്നപ്പോൾ കുട്ടി പാല് കുടിക്കുന്നുമില്ല, അതായത് അതില്ലാന്ന് തന്നെ പറയാം. ഓക്കെ, 20 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, ഇപ്പോഴും കുടിക്കുന്നില്ല അല്ലേ? അതെ, കുടിക്കുന്നില്ല, അത് പാലില്ല, വരുന്നുമില്ല. അത് നമ്മൾ പ്രതീക്ഷ കൈവിടാതെ വീണ്ടും ശ്രമിക്കുക. ഡെഫിനറ്റ്ലി പാല് വന്നു തുടങ്ങും. ഡെഫിനറ്റ്ലി പാല് അമ്മയുടെ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയും. നന്നായിട്ട് ഭക്ഷണം വൈഫിന് നന്നായിട്ട് പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കുക. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ പൊസിഷനും അറ്റാച്ച്മെൻറ്റും ഒന്ന് ശ്രദ്ധിച്ച് ഒരു ദിവസത്തിലൊരു മിനിമം 8 പ്രാവശ്യമെങ്കിലും ഒരു 5 ഇപ്പോൾ ഈ 1 വയസ്സായതുകൊണ്ട് 5 പ്രാവശ്യം 6 പ്രാവശ്യമെങ്കിലും മിനിമം കുഞ്ഞിനെ ഒന്ന് സക്ക് ചെയ്യിപ്പിക്കുക ബ്രസ്റ്റിൽ. കുഞ്ഞ് സക്ക് ചെയ്യുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി അമ്മയ്ക്ക് പാല് വന്നു തുടങ്ങിക്കോളും. ഒരു വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് ഹോർമോണൽ പ്രോബ്ലംസ് അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് പാല് വന്നു തുടങ്ങിക്കോളും. അതിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് എഫേർട്ട് കൂടുതലായിട്ട് എടുത്താൽ മതി. എഫേർട്ട് എടുക്കുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി പാല് വന്നു തുടങ്ങിക്കോളും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ
ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. എന്താ 8ാം മാസത്തിലാണ് പ്രസവിച്ചത്. ഹലോ. ഓക്കെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. 8ാം മാസത്തിലാണ് പ്രസവിച്ചത്. അപ്പൊ പാല് കുറവാണ്. അപ്പൊ ടാബ്ലറ്റ് ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദിച്ചോളൂ. കുറവാണ്. അപ്പൊ അവിടുന്ന് ടാബ്ലറ്റ് ഒക്കെ തന്നായിരുന്നു. എന്നിട്ടും ഇല്ല, കുറച്ചേ ഉള്ളൂ പാല്. ഒരേ പ്രശ്നങ്ങളാണ് എല്ലാവരും എല്ലാവർക്കും ഇതേ ചോദിക്കുന്നത്. പ്രശ്നം എനിക്ക് തോന്നുന്നു തന്നെയായിരിക്കും. ഡോക്ടർ പറഞ്ഞ മറുപടികൾ എല്ലാം ഞങ്ങൾ ഒ പിയിൽ വരുന്ന ഞാൻ പറഞ്ഞു മാസം തികയാതെ ആകുമ്പോഴത്തേക്കും അമ്മമാരുടെ ആങ്സൈറ്റി കുറച്ചും കൂടി കൂടും. അപ്പോൾ ഇവരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മാസം തികയാത്ത കുട്ടികളാകുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ഹോൾഡിങ് കുറച്ച് നമ്മൾ സാധാരണ മാസം തികഞ്ഞ കുഞ്ഞുങ്ങളെ പോലെ പിടിച്ചാൽ അവർക്ക് പറ്റത്തില്ല. കാരണം അവരുടെ നെക്ക് മസിൽസിന് സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പം ബ്രസ്റ്റ് നിപ്പിൽ നിന്ന് അവർ ഓട്ടോമാറ്റിക്കലി ഡിറ്റാച്ച് ചെയ്തു പോകും. കാരണം ഗ്രാവിറ്റി മുകളിൽ നിന്ന് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പം ഓട്ടോമാറ്റിക്കലി ഡിറ്റാച്ച് ചെയ്തു പോകും. നമ്മളവരെ പിടിക്കുമ്പം ഇങ്ങനെ പിടിക്കുന്നതിന് പകരം വി ഹാവ് ടു മോഡിഫൈ എ പൊസിഷൻ. ഹെഡ് ഇവിടെ സപ്പോർട്ട് ചെയ്യുക, ഈ കയ്യിൽ ഫുള്ളായിട്ട് പിടിക്കുക. കുഞ്ഞിൻ്റെ തല ഇവിടെ വരണം, കഴുത്ത് ഇവിടെ വരണം, ബോഡി ഇവിടെ വരണം. സോ ദാറ്റ് വി ആർ ഗിവിങ് എ സപ്പോർട്ട് ടു ദ നെക്ക്. കഴുത്തിനും കൂടി നമ്മൾ നെക്ക് സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രസ്റ്റിലോട്ട് നമ്മൾ കുഞ്ഞിന് ഇങ്ങനെ ഇതിനെ മോഡിഫൈഡ് ഡാൻസർ ഹോൾഡ് പൊസിഷൻ എന്ന് പറയും. നമ്മൾ കുഞ്ഞിനെ ബ്രസ്റ്റിലോട്ട് അറ്റാച്ച് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് ആ ബ്രസ്റ്റ് അല്ലെങ്കിൽ നിപ്പിളായിട്ടുള്ള എല്ലാ ഒരു അറ്റാച്ച്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ആ കുഞ്ഞ് നിപ്പിളിനകത്ത് പിടിച്ചിരിക്കണ കുഞ്ഞൊരു നെഗറ്റീവ് പ്രഷർ ജനറേറ്റ് ചെയ്യണം. ചിലപ്പോൾ മാസം തികയാത്ത കുട്ടികൾക്ക് അത്രയും ഒരു നെഗറ്റീവ് പ്രഷർ ജനറേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അതിനോടൊപ്പം തന്നെ കഴുത്തിൻ്റെ മസിൽസിൻ്റെ വീക്ക്നെസ്സും കൂടി ആകുമ്പോഴത്തേക്കും പ്രോബ്ലം ആവും. നമ്മൾ പൊസിഷൻ ഒന്ന് മാറ്റി നോക്കുക. ആൻഡ് ഈ ഒരു പൊസിഷൻ ഈ ഒരു സൈക്കോളജിക്കൽ സംഭവം കൂടി മാറിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാസം തികയാത്ത കുട്ടികൾ ഫീഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഹോസ്പിറ്റലാണെങ്കിൽ തന്നെയും 400-500 ഗ്രാമുള്ള കുട്ടികൾ ഞങ്ങളൊരു 1.2 kilograms ആവും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാറുണ്ട്. അവർ തന്നെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാറുണ്ട്. വി ഹാവ് എ ഗുഡ് ലാക്ടേഷൻ സപ്പോർട്ട് സിസ്റ്റം. ബട്ട് യു നീഡ് എ ഗുഡ് ലാക്ടേഷൻ സപ്പോർട്ട് ടീം ടു ടീച്ച് ഓൾ ദിസ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് പാടാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എനിക്കൊരു കുട്ടിയുണ്ട്, 1 വയസ്സും 2 മാസമായി. കുട്ടി നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം ഒരു 4-5 മണിക്കൂറോളം എങ്കിലും പാല് കുടിക്കും. എത്ര വയസ്സ് വരെയാണ് നോർമലി ഒരു കുട്ടി പാല് കുടിക്കേണ്ടത്? അതിന് ആക്ച്വലി പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ആക്ച്വലി പറയുന്നത് 2 years 3 years എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത്. ആൻഡ് ഇൻഫാക്ട് ഇഫ് മൈ ബേബി ഷീ യൂസ് ടു ഡ്രിങ്ക് ബ്രസ്റ്റ് മിൽക്ക് ടിൽ 3 വയസ്സ് വരെ മോള് കുടിച്ചിട്ടുണ്ട്. അപ്പം എത്ര കാലം മുലപ്പാൽ ഇപ്പോൾ ഒരു 2 years 3 years വരെ നമുക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. BFHI വെച്ചിട്ട് 2 years and 3 years വരെ അവർ പറയുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഒന്നുമില്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ മദേഴ്സ് മെൻറ്റാലിറ്റി. ആൻഡ് എത്ര നാൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു അത്രയും നമുക്ക് പോഷകാഹാരങ്ങൾ കിട്ടും, അത്രയും ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. ആൻഡ് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ കുറേയൊക്കെ ഉണ്ട്. കൊച്ചിനെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി നല്ലതാണ്. അമ്മയ്ക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ, ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു സംശയമാണ് കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്തുകൊണ്ടിരിക്കാവുന്ന ഒരവസ്ഥ. പലരും പല കണക്കുകളാണ് പറയുക. ചിലർ പറയും 1 മാസം കഴിയുമ്പോൾ തുടങ്ങി മറ്റു ഭക്ഷണം കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഇത് എത്ര നാളും വരെയാണ് ഈ മുലപ്പാൽ മാത്രം കൊടുക്കാവുന്നത്? 6 മാസം വരെ നമ്മൾ മുലപ്പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ. ജനിച്ച അന്ന് തൊട്ടിട്ട് 6 മാസം വരെ മുലപ്പാൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. കാരണം മുലപ്പാലിനോളം ഗുണം കൊച്ചിൻ്റെ ബുദ്ധിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തിക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും മുലപ്പാലിലുണ്ട്. മാത്രമല്ല ഇന്ന് കേരളത്തിൽ നമുക്കറിയാം മായം ചേർക്കാത്ത ഒരു ഭക്ഷണവും കിട്ടാനില്ല. അപ്പം മുലപ്പാൽ മാത്രം കുടിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം 6 മാസം വരെ കൊടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പിന്നീട് ഉണ്ടാകുന്ന അലർജി, ആസ്മ, ഹൈപ്പർ ടെൻഷൻ, ഷുഗറിൻ്റെ പ്രോബ്ലംസ്, ഇൻഫെക്ഷൻസ് അതൊക്കെ ഈ ഫോർമുല കൊടുക്കുന്ന കുട്ടികളെക്കാളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറുക്ക് കൊടുക്കുന്ന കുട്ടികളെക്കാളോ ഒക്കെ ഭയങ്കര കുറവ് പോലെ കാണാറുണ്ട്. അപ്പം മുലപ്പാലിൽ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. എന്റെ പേര് അനു എന്നാണ്. ഓക്കെ. ഞാന് 2 വയസ്സായ കുട്ടിയുടെ അമ്മേട്ടോ. ഓക്കെ. കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സായി. ഓക്ക് ഫസ്റ്റ് ഡെലിവറിയാണ്. അതിന്റെ ബ്രസ്റ്റിന് സർജറി കഴിഞ്ഞതായിരുന്നു. ഓക്കെ. പാല് കട്ടായിരുന്നു കഴിഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇടത്ത് ഭാഗത്ത് മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പൊ അതിനും അതുപോലെ ഉണ്ട്. അപ്പൊ അതെന്തേലും ചോദ്യം ഒന്ന് വ്യക്തമായിട്ട് ചോദിക്കാമോ? എന്താണ് പ്രശ്നം? ബ്രസ്റ്റിന് ഒരു സർജറി കഴിഞ്ഞതാണ്. ഒരെണ്ണത്തില്. അതുകൊണ്ട് മറ്റേത് കൂടി മാത്രമേ കൊടുക്കുന്നുള്ളൂ.
അപ്പൊ അതിനും ഇപ്പൊ അങ്ങനെയുണ്ട്. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷെ സർജറി കഴിഞ്ഞതിന് വീണ്ടും അങ്ങനെ ഒരു മുഴ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാമോ? സർജറി ബ്രസ്റ്റിൽ എന്ത് കണ്ടീഷൻ കാരണം സർജറി ചെയ്തേ? ബ്ലോക്ക് ആയിട്ടെന്നാ പറഞ്ഞേ. ഡക്ട് ബ്ലോക്ക് ആയതുകൊണ്ടാണോ? അത് പഴുപ്പ് വന്നിരുന്നു അവിടെ? പഴുപ്പുണ്ടായിരുന്നു. ഓക്കെ. ആ ഡക്ട് ബ്ലോക്ക് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്, പഴുപ്പ് വരാനുള്ള കാരണം കുഞ്ഞിന് ബ്രസ്റ്റിലോട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, നേരത്തെ പറഞ്ഞിരുന്നു അറ്റാച്ച്മെൻറ്റ് തെറ്റാവുന്നതുകൊണ്ടാണ്. അറ്റാച്ച്മെൻറ്റ് ശരിയാവാതിരിക്കുമ്പം എന്ത് സംഭവിക്കും, പാൽ അവിടെ കെട്ടിക്കിടന്നിട്ട് അവിടെ അണുക്കൾ വരുന്നതാണ് പ്രശ്നം. അപ്പം ബ്രസ്റ്റ് അബ്സസ്, അപ്പം ചെറിയൊരു ഇൻഫെക്ഷൻ വല്ല ചെറിയ അബ്സസ് ആണെങ്കിൽ സാധാരണഗതിയിൽ നമ്മളത് സർജൻസ് അവർ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിബയോട്ടിക് എല്ലാം കഴിഞ്ഞ് അബ്സസ് ക്ലീൻ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ കണ്ടിന്യൂ ചെയ്യുമ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അത് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് പ്രൊവൈഡഡ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ. കുഞ്ഞിനെ ബ്രസ്റ്റിലോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. പൊസിഷൻ അറ്റാച്ച്മെൻറ്റ് ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം. അവിടെ അബ്സസ് എല്ലാം ക്യാവിറ്റി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയതിനു ശേഷം അതുവരെ നമ്മൾ വേറെ സപ്പോർട്ട് മെഷേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ബാക്കിയുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ നിപ്പിളിൽ ക്രാക്കോ നിപ്പിളിൽ എന്തെങ്കിലും പെയിനോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു മാസ്റ്റൈറ്റിസോ അതിനൊന്നും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതിൽ വലിയൊരു കുഴപ്പമില്ല. കാരണം അതിൽ നമുക്ക് പെയിൻ റിലീഫും ചെറിയ മിനിമൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാം. അബ്സസ് ആണെങ്കിൽ അബ്സസ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ. നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് 2 കുട്ടികളെ ഞാൻ ഇപ്പൊ പ്രസവിച്ചിട്ടുള്ളൂ. 8ാം മാസത്തിലാണ് പ്രസവിച്ചത്. ഓക്കെ. പക്ഷെ ഈ കുട്ടിക്ക് ഈ ലാക്ടോജൻ കൊടുക്കണേ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? പാല് കുറവാണ്. ലാക്ടോജൻ കൊടുക്കാന്ന് വെച്ചാൽ, ലാക്ടോജൻ എന്ന് പറയുന്നത് അവർ പശുവിൻ പാൽ റിഫൈൻ ചെയ്ത് ബോട്ടിലിനടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം അമ്മയുടെ പാലിനടുത്തോളം ഒരു ഗുണവും ഇതിന് കിട്ടത്തില്ല. അപ്പോൾ ലാക്ടോജൻ്റെ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർമുല ഫീഡിങ് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഡെഫിനറ്റ്ലി നമ്മൾ എങ്ങനെ കൊടുക്കുന്നതനുസരിച്ചിരിക്കും. ഒന്ന് ഇൻഫെക്ഷൻ വരാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്ലീൻ ആയിട്ട് പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തത്, ഈ കൊടുക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം ക്രമത്തിന് അതീതമായിട്ട് വെയിറ്റ് കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ചിലർക്ക് വെയിറ്റ് കുറയുന്നതായിട്ട് കാണാറുണ്ട് കോമ്പോസിഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഫോർമുല കൊടുക്കുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി പിന്നീട് ഇൻഫെക്ഷൻസ് ചാൻസ് കൂടുതലാണ്. ഷുഗറിൻ്റെ പ്രോബ്ലംസ് കൂടുതലാണ്. BP കൂടുന്ന പ്രോബ്ലംസ് കൂടുതലാണ്. ആ ഒരു പ്രോബ്ലംസ് എല്ലാം തന്നെ ഈ ലാക്ടോജൻ കൊടുക്കുമ്പം, ലാക്ടോജൻ എന്നല്ല ഏത് ഫോർമുല കൊടുക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി മാസം തികയാത്ത 2 കുട്ടികളാണെങ്കിലും 3 കുട്ടികളാണെങ്കിലും അവർക്ക് മാക്സിമം ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ദൈവം അവർക്ക്, ഈ അമ്മമാർക്ക് വേണ്ടി 2 കുട്ടികളാണെങ്കിൽ ഇതിന് അവർക്ക് വേണ്ട അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് മിൽക്ക് അമ്മമാർക്ക് തന്നിട്ടുണ്ട്. ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാഡത്തിന് 2 പേരും ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ പറ്റും. ബ്രസ്റ്റ് ഫീഡിങ് മാത്രം കൊടുക്കാൻ പറ്റും. ഫോർമുലയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടതാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ. നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ. എന്റെ പേര് രഞ്ജിനി എന്നാണ്. എനിക്ക് ചോദിച്ചോളൂ. 1.5 വയസ്സുള്ളൊരു മോളുണ്ട്. ഓക്കെ. ഹലോ. പറഞ്ഞോളൂ. 1.5 വയസ്സുള്ളൊരു മോളുണ്ട്. അപ്പോൾ 2-3 ആഴ്ചയായിട്ട് മഞ്ഞപ്പിത്തം വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഹലോ. പറഞ്ഞോളൂ. ഓക്കെ. അപ്പം അതിന്റെ പേരിൽ ഞാൻ ഫീഡിങ് നിർത്തി വെച്ചായിരുന്നു. ഇപ്പൊ കൊടുക്കുന്നില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് 1.5 വയസ്സായിട്ടുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. ഫീഡിങ് നമുക്ക് തുടരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. അത് ഞങ്ങളോട് പറഞ്ഞത് 2-2.5 കൊടുക്കാതെ നിന്നപ്പം പറഞ്ഞു ഇനി കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? അല്ല, ഒറ്റമൂലി മാത്രം കുടിച്ചിട്ടുള്ളൂ. മഞ്ഞപ്പിത്തം വന്നതായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ചില ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് അവർക്ക് കൊടുത്തില്ലായിരുന്നു. ബ്രേക്ക് വന്നതോടുകൂടി കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഡം, മാഡത്തിന് ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിന് കോൺട്രാൻഡിക്കേഷൻസ് ആയി ചില അമ്മമാർ ചില മരുന്നുകൾ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീണ്ടും ട്രൈ ചെയ്യാം. കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് കറക്റ്റ് പഴയ പോലെ തന്നെ പൊസിഷനും അറ്റാച്ച്മെൻ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി വീണ്ടും പാല് വന്ന് തുടങ്ങുന്നതായിരിക്കും, പാല് ഫീഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2 വയസ്സ് 2.5 വയസ്സ് വരെ 2 വയസ്സ് 3 വയസ്സ് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് വളരെ നല്ലതായിരിക്കും ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുക. ഡോക്ടർ, ഇതുപോലെ തന്നെ സാധാരണ കേൾക്കുന്ന ഒരു സംശയമാണ്, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എപ്പോൾ മുതലാണ് മുലയൂട്ടൽ തുടങ്ങേണ്ടത്? പിന്നെ എങ്ങനെയാണത്? ആദ്യത്തെ പാല് കൊടുക്കാൻ പാടില്ല എന്ന് ചിലർ പറയും, കുറച്ച് കളയണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും കൂടി. നമ്മൾ ഏത് കുട്ടി ഉണ്ടായാലും, ഈവൻ സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും, ആ കുഞ്ഞിന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പാല് കൊടുത്തിരിക്കണം എന്നതാണ്
റൂൾ. അപ്പം ആദ്യം വരുന്ന പാല്, നമുക്ക് അമ്മയ്ക്ക് ആദ്യം വരുന്ന പാലെന്ന് പറയുന്നത് നമ്മളതിനെ കൊളോസ്ട്രം എന്ന് പറയും. അതിൻ്റെ എമൗണ്ട് കുറവാണെങ്കിലും അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള വളരെയധികം ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. അത് കുഞ്ഞിനെ അത് നിർബന്ധമായിട്ടും കുഞ്ഞിന് കൊടുത്തിരിക്കണം. അത് കുഞ്ഞിന് കിട്ടുന്ന ആദ്യത്തെ വാക്സിനേഷനാണ്. അപ്പോൾ അത് ഒരിക്കലും കളയാൻ പാടില്ല. അത് നിർബന്ധമായിട്ടും കുഞ്ഞിനത് കൊടുത്തിരിക്കണം. ഇനി എത്ര പ്രാവശ്യം ഒരു ദിവസം കൊടുക്കണം എന്നുള്ള പല അമ്മമാരും ചോദിക്കുന്നതാണ്. നമ്മൾ പറയുന്നത് സാധാരണ 24 മണിക്കൂർ, ഇപ്പം 10 മാസം തികഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ പറയും കുഞ്ഞ് കരയുന്നതനുസരിച്ച് പാല് കൊടുക്കാം. പക്ഷേ എന്നാൽ തന്നെയും ഒരു ദിവസം 8 പ്രാവശ്യമെങ്കിലും കുഞ്ഞിന് പാല് കൊടുത്തിരിക്കണം. അതൊരു 3 മണിക്കൂർ ഇടവിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഫീഡിങ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. എത്ര നേരം കൊടുക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിനെ പിടിക്കുന്ന പൊസിഷൻ കറക്റ്റാണ്, അറ്റാച്ച്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ഒരു കുഞ്ഞ് ഡെഫിനറ്റ്ലി ഒരു 5 മുതൽ 10 മുതൽ 15 മിനിറ്റുകളുടെ സമയത്തിനുള്ളിൽ ആ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ചെയ്യാനുള്ള കപ്പാസിറ്റി കുഞ്ഞിനുണ്ടാവും. പക്ഷേ കുഞ്ഞ് അതിൽ കുറവാണെങ്കിലോ അതിൽ കൂടുതലായിട്ട് സമയം എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പൊസിഷനും അറ്റാച്ച്മെൻറ്റും കറക്റ്റ് അല്ല എന്നർത്ഥം. ഇനി എത്ര നാൾ മുലപ്പാൽ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി. വെള്ളം പോലും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം വെള്ളം കൊടുത്താൽ ചിലപ്പോൾ ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറയാം, കുഞ്ഞിന് അപസ്മാരം വരാനുള്ള ചാൻസും ഉണ്ട്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഒരുപാട് സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹായിച്ചതിന്. കാരണം ധാരാളം അമ്മമാരുടെ സംശയങ്ങൾക്കൊരു പരിഹാരമായിട്ടുണ്ടാവും തോന്നുന്നു. വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.